ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ക്ലാസ്സിലായിട്ട് ഇൻസിഡൻസ് മെട്രിക്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ വേറൊരു മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് അഡ്ജസൻസി മെട്രിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ എക്സ് ഓഫ് ജി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് ജി. ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ പറഞ്ഞു ഡിനോട്ട് ചെയ്തത് എ ഓഫ് ജി എന്നാണ്. ഇവിടെ അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ജി എന്നാണ്. ഇനി നോക്കാം, നമ്മുടെ കയ്യിൽ നമുക്ക് ജി എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ട്. ഗ്രാഫിനകത്ത് n വേർട്ടീസസ് ആണുള്ളത് എന്ന് വിചാരിക്കുക. ജി എന്ന് പറയുന്ന ഗ്രാഫ് വിത്ത് n വേർട്ടീസസ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് ഓഫ് ജി എന്ന് പറയുന്ന മെട്രിക്സ് വിത്ത് എൻട്രീസ് എക്സ് ഐ ജെ ഈസ് ആൻ n/n സ്ക്വയർ മെട്രിക്സ്. n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n/n സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇനി ഈ സ്ക്വയർ മെട്രിക്സിനകത്ത് എൻട്രീസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ നമ്മുടെ മെട്രിക്സ് വരച്ചു. ഇവിടെ നമ്മൾ റോസിനും കോളംസും രണ്ട് സൈഡിലും നമ്മൾ നമ്മുടെ വേർട്ടീസസ് ആണ് എഴുതുന്നത്. v1 v2 എക്സെട്ര vn, അതുപോലെ v1 v2 എക്സെട്ര vn. ഇനി ഇവിടെ എൻട്രീസ് കൊടുക്കുന്നത് v1, ഇവിടെ വരുന്ന എൻട്രി v1ഉം v1ഉം തമ്മിൽ എഡ്ജ്, അതായത് ഒരേ വെർട്ടക്സിൽ നിന്ന് അതേ വെർട്ടക്സിലേക്ക് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലൂപ്പ് അല്ലേ. v1ൽ നിന്ന് v1ലോട്ട് തന്നെ എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 1 കൊടുക്കും. ഇല്ലെങ്കിൽ സെൽഫ് ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ 0 കൊടുക്കും. അതുപോലെ v1 നെക്സ്റ്റ് എൻട്രി, അതായത് x12 എന്ന് പറയുന്ന എൻട്രി അല്ലേ. ഈ എൻട്രി ഏതാണ്? x12, അതായത് v1നും v2നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൻട്രി അല്ലേ. v1നും v2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി നമ്മൾ v1നും v2നും ബിറ്റ്വീൻ എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ 1 കൊടുക്കും, അതല്ലെങ്കിൽ അവിടെ 0 കൊടുക്കും. അതായത് നമ്മൾ ഓരോ പെയർ വേർട്ടീസസും ചെക്ക് ചെയ്യും, ഏതൊക്കെ പെയർ തമ്മിലാണ് എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 കൊടുക്കും, ഇല്ലെങ്കിൽ 0 കൊടുക്കും. അഡ്ജസൻസി മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫാണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് പറഞ്ഞപ്പോൾ അവിടെ സെൽഫ് ലൂപ്പ് ഇല്ലാത്ത ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പ്രോപ്പർട്ടീസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇവിടെ പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി മുന്നേ പറഞ്ഞതുപോലെ പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിലും നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏത് കേസിലായാലും സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഒക്കെ ഉള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫാണെങ്കിൽ ക്ലിയർലി ഇവിടെ നമുക്ക് എൻട്രീസ് 1ഉം 0യും മാത്രമായിരിക്കും വരിക. പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഒരു ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാഫിലെ എൻട്രീസ് 1ഉം 0യും മാത്രമായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ അഡ്ജസൻസി മെട്രിക്സിന് തന്നെ കണക്ഷൻ മെട്രിക്സ് എന്ന് പറയും. അതായത് ഏതൊക്കെ രണ്ട് വേർട്ടീസസ് തമ്മിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അതാണ് നമ്മൾ ആക്ച്വലി മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എക്സ് ഓഫ് ജി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഗ്രാഫിനകത്ത് എത്ര വേർട്ടീസസ് ഉണ്ട് നോക്കാം. എത്ര വേർട്ടീസസ് വരുന്നുണ്ട്? v1 v2 v3 v4 v5 v6 6 വേർട്ടീസസ് ആണുള്ളത്. v1 v2 v3 v4 v5 v6. അതുപോലെ ഇവിടെയും എഴുതി v1 v2 v3 v4 v5 v6. ഇനി എൻട്രീസ് നോക്കാം. എൻട്രീസ് കൊടുക്കുന്നത് v1ൽ സെൽഫ് ലൂപ്പ് ഉണ്ടോ? ഇല്ല. v1ൽ നിന്ന് v1ലോട്ട് തന്നെ എഡ്ജ് മീൻസ് അവിടെ സെൽഫ് ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ 1 കൊടുക്കുക, ഇല്ലെങ്കിൽ 0 കൊടുത്തു. നെക്സ്റ്റ് v1 v2 അല്ലേ. ഇവിടെ വരുന്നത് ഏതാണ്? v1നും v2നും കറസ്പോണ്ടിങ് ആയിട്ട് v1 v2 തമ്മിൽ എഡ്ജ് ഉണ്ടോ നോക്കുക. ഗ്രാഫിൽ v1 ഇതാണ്, v2 ഇതാണ്. v1 v2 തമ്മിൽ എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളിവിടെ 1 കൊടുത്തു. നെക്സ്റ്റ് v1 v3 നോക്കുക. v1ൽ നിന്ന് v3ലോട്ട് എഡ്ജ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ഗ്രാഫിനകത്ത് v1 v3ക്കകത്ത് എഡ്ജ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്തു? 0 കൊടുത്തു. നെക്സ്റ്റ് v1ൽ നിന്നും v4ലോട്ടും എഡ്ജ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെയും നമ്മൾ 0 കൊടുത്തു. നെക്സ്റ്റ് v1ൽ നിന്നും v5ലോട്ട് എഡ്ജ് ഉണ്ട്, അവിടെ 1 കൊടുത്തു. v1ൽ നിന്ന് v6ലോട്ട് എഡ്ജ് ഉണ്ട്, അവിടെയും 1 കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
എൻട്രീസ് കൊടുക്കുന്നത്. ഇനി ബാക്കി എൻട്രീസ്, അപ്പോൾ ഇവിടെ നമ്മൾ 0 1 1 1 എന്ന് വന്നു. ആക്ച്വലി അപ്പോൾ എന്ത് നോക്കിയാൽ മതി, V2 എന്ന് പറയുന്ന വെർട്ടെക്സ്, നമ്മൾ നെക്സ്റ്റ് റോ നോക്കുകയാണ്. V2 എന്ന് പറയുന്ന വെർട്ടെക്സ് ഏതൊക്കെ വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആണ് നോക്കുക. V2 ഇതാണ്. V2ൽ നിന്ന് ഏതൊക്കെ വെർട്ടീസസിലോട്ട് എഡ്ജസ് പോകുന്നുണ്ട്? V1 V4 V5 ഈ 3 വെർട്ടീസസിലോട്ടാണ് എഡ്ജസ് പോകുന്നത്. അപ്പോൾ V1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വരും. V2 എഡ്ജ് ഇല്ല, 0. V4 എഡ്ജ് ഉണ്ട്, അപ്പോൾ അവിടെ 1 വരും. V5 എഡ്ജ് ഉണ്ട്, 1. V6 ഇല്ല, 0. ഇനി അതുപോലെ നെക്സ്റ്റ് V3യിൽ നിന്ന് ഏതൊക്കെ വെർട്ടീസസിലോട്ടാണ് എഡ്ജ് ഉള്ളത്? ഇതാണ് V3യിൽ നിന്ന് V4 മാത്രമേ എഡ്ജ് ഉള്ളൂ. അപ്പോൾ V4 മാത്രം 1 വരും, ബാക്കി എല്ലാ എൻട്രീസും 0 വന്നു. നെക്സ്റ്റ് V4ൽ നിന്ന് ഏതൊക്കെ വെർട്ടീസസിലോട്ട് എഡ്ജ് പോകുന്നുണ്ട്? V2 V5 V6 V3 അല്ലേ? V2 V3 നെക്സ്റ്റ് V5 V6 അപ്പോൾ ബാക്കി എൻട്രീസൊക്കെ 0 വന്നു. സിമിലർലി V5 നോക്കാം. ഇതാണ് V5ൽ നിന്ന് V4 എഡ്ജ് ഉണ്ട്, V2 എഡ്ജ് ഉണ്ട്, V1 ഉണ്ട്. അപ്പോൾ 1 1 0 1 0 0 എന്ന് വരും. ലാസ്റ്റ് V6ൽ നിന്ന് V1 V4 എഡ്ജസ് ഉണ്ട്. അപ്പോൾ V1നും V4നും കറസ്പോണ്ടിങ് ആയിട്ട് 1 വരും, ബാക്കി എൻട്രീസ് 0 വരും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് എന്ത് വരുന്നത്, നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് വരച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസാണ്. നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൽ പറഞ്ഞതുപോലെ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇവിടെയും എന്താണ്, നമുക്ക് 1ഉം 0യും പാരലൽ എഡ്ജസ് ഒന്നും ഇല്ലാത്ത ഗ്രാഫാണെങ്കിൽ 1ഉം 0യും മാത്രമാണ് എൻട്രീസ് ആയിട്ട് വരിക. അതുപോലെ നമ്മുടെ ഗ്രാഫിനകത്ത് ഒരു സെൽഫ് ലൂപ്പും ഇല്ല എന്ന് വിചാരിക്കുക. സെൽഫ് ലൂപ്സ് ഒന്നും ഇല്ലാത്ത ഗ്രാഫാണെങ്കിൽ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 വരും. കാരണം എന്താണ്, ഡയഗണൽ എൻട്രീസ് എല്ലാം വരുന്നത് എന്താണ്, XI എൻട്രീസ്. അതായത് VIയിൽ നിന്ന് VIയിലോട്ട് എന്തുണ്ടോയെന്നാണ്, എഡ്ജ് ഉണ്ടോയെന്നാണ് നോക്കുന്നത്. എഡ്ജ് ഉണ്ടെങ്കിൽ അതെന്താണ്, സെൽഫ് ലൂപ്പാണ്. അപ്പോൾ സെൽഫ് ലൂപ്പ് ഇല്ലെങ്കിൽ ഈ XI എന്ന് പറയുന്ന എൻട്രീസ് എല്ലാം 0 വരും. അതായത് മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 വരും. എപ്പോഴാണ്, ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ. ഇനി അതേപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പാരലൽ എഡ്ജസ് ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന്, പാരലൽ എഡ്ജസിന് അഡ്ജസൻസി മെട്രിക്സ് പറയുന്നില്ല എന്ന്. ഇനി ചില ഓതേഴ്സൊക്കെ നമ്മൾ പ്രോബ്ലംസിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സപ്പോസ് നമുക്ക് V1നും V2നും ഇടയ്ക്ക് പാരലൽ എഡ്ജസ് ഉണ്ട്. V1നും V2നും ഇടയ്ക്ക് ഇതുപോലെ 2 എഡ്ജസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, V1 V2 വരുന്ന കറസ്പോണ്ടിങ് എൻട്രി 2 എന്ന് കൊടുക്കുന്നു. 2 എഡ്ജസ് ആണുള്ളതെങ്കിൽ 2 കൊടുക്കുന്നു. സപ്പോസ് 3 എഡ്ജസ് പാരലൽ ആയിട്ടുണ്ടെങ്കിൽ V1 V2 എന്നുള്ളിടത്ത് 3 കൊടുക്കുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാരലൽ എഡ്ജസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ 1ഉം 0യും മാത്രമല്ല എൻട്രീസ് ഉണ്ടായിരിക്കുക, ഏത് നമ്പേഴ്സും വരാം. കാരണം എത്ര പാരലൽ എഡ്ജസ് ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 4 കൊടുക്കും. ഈ ഒരു ഫോമിലാണ് പാരലൽ എഡ്ജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് സെൽഫ് ലൂപ്സും പാരലൽ എഡ്ജസും ഒന്നും ഇല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ, നമ്മൾ ഗ്രാഫ് തന്നിട്ടുള്ള ഗ്രാഫിൽ സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൽ പറഞ്ഞതുപോലെ ഈ റോ സം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വെർട്ടക്സിൻ്റെ ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്രാഫിൽ സെൽഫ് ലൂപ്പും അതുപോലെ പാരലൽ എഡ്ജൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ റോ സം എത്രയാണ്, 3 ആണ്. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് V1 ഈസ് ഈക്വൽ ടു 3 ആണല്ലോ. V1 നോക്കുക, V1ൻ്റെ ഡിഗ്രി 3 അല്ലേ, 3 എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ V4 എടുക്കുക, V4ലെ റോ സം എന്താണ്, 4, വിച്ച് മീൻസ് ഡിഗ്രി ഓഫ് V4 ഈസ് ഈക്വൽ ടു 4 ആണല്ലോ. ചെക്ക് ചെയ്ത് നോക്കുക.
4 എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഡിഗ്രി ഓഫ് V4 4 തന്നെയാണ്. അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിലും പറഞ്ഞു, സെൽഫ് ലൂപ്പ് ഇല്ലാത്ത കേസിൽ മാത്രമേ നമുക്ക് ഇത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റോ സം എന്ന് പറയുന്നത് 2 കേസിലും എന്താണ്, ഡിഗ്രി ഓഫ് ദ കറസ്പോണ്ടിങ് വെർട്ടെക്സ് ആയിരിക്കും. ഇനി നമ്മൾ ഇവിടെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും 2 റോസ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒപ്പം തന്നെ 2 കറസ്പോണ്ടിങ് കോളംസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും. എപ്പോഴും ഒരേ ഓർഡറിലാണ് നമ്മൾ ഇവിടെ വേർട്ടീസസ് എഴുതാൻ നോക്കുന്നത്. അതായത് സപ്പോസ് V1 V2 എന്ന് പറയുന്ന 2 റോസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, V1 V2 എന്ന് പറയുന്ന 2 കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യും എപ്പോഴും. അതായത് ആക്ച്വലി നമ്മുടെ കയ്യിൽ V1 V2 V3 V4 V5 V6 ഇതാണ് റോസ്. അതുപോലെ താഴോട്ടും V1 V2 V3 V4 V5 V6. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് 2 കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ V2 വരും, ഇവിടെ V1 വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യും, കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യും. എപ്പോഴും ഈ ഓർഡർ 2 സൈഡിലും സെയിം ആയിട്ടാണ് എഴുതുന്നത്. 2 1 3 4 5 6 2 1 3 4 5 6 ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതാൻ നോക്കുന്നത്. ഇനി 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ, നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൽ പറഞ്ഞു 2 ഗ്രാഫ് G1ഉം G2ഉം ഐസോമോർഫിക് ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻസിഡൻസ് മെട്രിസസ് എന്തായിരിക്കും, നമുക്ക് റോസോ കോളംസോ പെർമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻസ് മെട്രിക്സ് നിന്ന് സെക്കൻഡ് ഗ്രാഫിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ 2 ഗ്രാഫ് G1 G2 ഐസോമോർഫിക് ആണെങ്കിൽ അഡ്ജസൻസി മെട്രിസസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. എക്സ് ഓഫ് G2 ഈസ് ഈക്വൽ ടു R ഇൻവേഴ്സ് എക്സ് ഓഫ് G1 ഇൻറ്റു R. ഇതാണ് 2 അഡ്ജസൻസി മെട്രിസസും തമ്മിലുള്ള റിലേഷൻ. എക്സ് G1 G2 2 ഐസോമോർഫിക് ഗ്രാഫ്സ് ആണ്. കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിസസ് ആണ് എക്സ് ഓഫ് G1 എക്സ് ഓഫ് G2. അങ്ങനെയാണെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എക്സ് ഓഫ് G2 ഈസ് ഈക്വൽ ടു R ഇൻവേഴ്സ് എക്സ് ഓഫ് G1 ഇൻറ്റു R. ഇവിടെ എന്താണ് R റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണ്. R റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണ്. പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നമ്മുടെ ഇവിടെ n വേർട്ടീസസ് ഉള്ള ഗ്രാഫ്സ് ആണ് G1ഉം G2 എങ്കിൽ എക്സ് ഓഫ് G1ഉം എക്സ് ഓഫ് G2 എന്താണ്, n/n മെട്രിസസ് ആണ്. നമ്മൾ n/n യൂണിറ്റ് മെട്രിക്സ്, n/n ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 0 1 0 0 എക്സെട്ര 0 0 0 0 1, അതായത് n/n ഐഡൻറ്റിറ്റി മെട്രിക്സ്. n/n ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ റോസോ കോളംസോ പെർമ്യൂട്ട് ചെയ്ത് കിട്ടുന്ന മെട്രിസസിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. INൻ്റെ റോസോ കോളംസോ ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിസസ്, അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് R. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് G2 ഈസ് ഈക്വൽ ടു R ഇൻവേഴ്സ് എക്സ് ഓഫ് G1 R എന്നുള്ള ഫോമിൽ നമുക്ക് റിലേഷൻഷിപ്പ് എഴുതാൻ പറ്റും. R എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ പെർമ്യൂട്ടേഷൻ മെട്രിക്സ് ആണ്. ഇനി ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് എന്താണ്, അഡ്ജസൻസി മെട്രിക്സിനെ ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതാൻ പറ്റും. സപ്പോസ് G ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് വിത്ത് 2 കമ്പോണൻസ് G1 and G2, then its corresponding incidence matrix can be written in the block diagonal form as x of G1 0 0 x of G2. ഇവിടെ എന്താണ്, എക്സ് ഓഫ് G1ഉം എക്സ് ഓഫ് G2ഉം റെപ്രസെൻറ്റ് ചെയ്യുന്നത് G1 എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഇൻഡിവിജ്വലി അതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ്. അതുപോലെ G2 ഇൻഡിവിജ്വലി എടുക്കുകയാണെങ്കിൽ G2ൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എക്സ് ഓഫ് G2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഇതൊക്കെ എന്താണ്, ഇൻസിഡൻസ് മെട്രിക്സിൽ പറയുന്ന കുറേ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് അഡ്ജസൻസി മെട്രിക്സിലും പറയാം. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാം. അതുപോലെ തന്നെ ഒരു n/n സ്ക്വയർ മെട്രിക്സ് എക്സ് ഓഫ് G തന്നിട്ടുണ്ട്. n/n സ്ക്വയർ മെട്രിക്സ് നമ്മൾ പറഞ്ഞു അഡ്ജസൻസി മെട്രിക്സ് ആണെങ്കിൽ അത് മസ്റ്റായിട്ടും എന്തായിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, n/n സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ n വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെയും ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. ഏതെങ്കിലും ഗ്രാഫ് തന്നിട്ട് അഡ്ജസൻസി മെട്രിക്സ് എഴുതാൻ പറയും, അതല്ലെങ്കിൽ ഒരു അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറയും. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനിലും മെയിൻ ആയിട്ട് വരുന്നത്. ഇനി 1-2 പ്രോപ്പർട്ടീസ് കൂടിയുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് വരുന്നത് എന്താണ്, നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ് നോക്കാം. 4 വെർട്ടീസസ് ABCD 4 വെർട്ടീസസ് വരുന്ന ഗ്രാഫാണ്. ഇപ്പോൾ എക്സ് ഓഫ് ജി ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ABCD വെർട്ടീസസിൻ്റെ നെയിം എടുത്ത് എഴുതി. സപ്പോസ് ഗ്രാഫ് നെയിംഡ് അല്ലെങ്കിൽ വെർട്ടീസസോ എഡ്ജസ് ഒന്നും നെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നെയിം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അഡ്ജസൻസി മെട്രിക്സ് ആയാലും ഇൻസിഡൻസ് മെട്രിക്സ് ആയാലും എഴുതുക. അപ്പോൾ ഇവിടെ നോക്കാം, സെൽഫ് ലൂപ്പ് ഒന്നുമില്ല. അപ്പോൾ ഡയഗണൽ എൻട്രീസ് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ സീറോസ് എന്ന് എഴുതി വെക്കാം. ദെൻ എയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1 വന്നു. നെക്സ്റ്റ് എയിൽ നിന്ന് സിയിലോട്ട് എഡ്ജ് ഉണ്ട്. അതുപോലെ എയിൽ നിന്ന് ഡിയിലോട്ടും എഡ്ജ് ഉണ്ട്. അപ്പോൾ 1 വന്നു. ഇനി ബിയിൽ നിന്ന് എയിലോട്ട് എഡ്ജ് ഉണ്ട്. ബിയിൽ നിന്ന് സിയിലോട്ട് എഡ്ജ് ഉണ്ട്. ബിയിൽ നിന്ന് ഡിയിലോട്ട് എഡ്ജ് ഇല്ല. അപ്പോൾ ഇവിടെ 0. സിയിൽ നിന്ന് എയിലോട്ട് എഡ്ജ് ഉണ്ട് 1. സിയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഉണ്ട് 1. ദെൻ സിയിൽ നിന്ന് ഡിയിലോട്ട് എഡ്ജ് ഇല്ല. നെക്സ്റ്റ് ഡിയിൽ നിന്ന് എയിലോട്ട് എഡ്ജ് ഉണ്ട്. ഡിയിൽ നിന്ന് ബിയിലോട്ട് എഡ്ജ് ഇല്ല. ഡിയിൽ നിന്ന് സിയിലോട്ടും എഡ്ജ് ഇല്ല. അപ്പോൾ ഇവിടെ 0 വന്നു. ഇനി നോക്കുക, അഡ്ജസൻസി മെട്രിക്സ് എപ്പോഴും സെൽഫ് ലൂപ്പ് ഇല്ലാത്ത ഗ്രാഫൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഗ്രാഫ് എപ്പോഴും ഡയഗണലിന് സിമ്മട്രിക് ആയിരിക്കും. അതായത് ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഡയഗണൽ. ഇതിന് 2 സൈഡിലും വരുന്ന എൻട്രീസ് നോക്കുക. ഫസ്റ്റ് 1 1 0, അത് തന്നെയാണ് ഇവിടെയും 1 1 0 1 0 1 0 1 1. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പോർഷനിലെ എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ അതിന് സിമ്മട്രിക് ആയിട്ട് താഴോട്ട് എൻട്രീസ് എഴുതിയാലും മതി. അതിന് കാരണം എന്താണ്, ഈ ഒരു സിമ്മട്രിക് റിലേഷൻഷിപ്പ് വരാനുള്ള കാരണം എന്താണ്, എയും ബിയും തമ്മിൽ എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബിയും എയും തമ്മിൽ എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയും 1 വരും. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെയും 0 വരും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ എയും ഡിയും തമ്മിൽ എന്താണോ റിലേഷൻഷിപ്പ്, എഡ്ജ് ഉണ്ടെങ്കിൽ 1, ഇല്ലെങ്കിൽ 0, അതേ റിലേഷൻഷിപ്പ് തന്നെയാണ് ഡിയും എയും തമ്മിൽ വരിക. അതുകൊണ്ടാണ് മെട്രിക്സ് ഡയഗണലിന് സിമ്മട്രിക് ആയിട്ട് വരുന്നത്. ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും ഈ സിമ്മട്രിക് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. അൺഡയറക്റ്റഡ് ഗ്രാഫിൽ ഏത് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാലും അഡ്ജസൻസി മെട്രിക്സ് വരച്ചു കഴിഞ്ഞാൽ അത് ഡയഗണലിന് സിമ്മട്രിക് ആയിരിക്കും. സെക്കൻഡ് ഗ്രാഫ് നോക്കാം. ഇവിടെ നമുക്ക് സെൽഫ് ലൂപ്പ് വരുന്നുണ്ട്. എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വേർട്ടീസസ് ഉണ്ട്, 6 വേർട്ടീസസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഗ്രാഫ് വരയ്ക്കാം. 6 വേർട്ടീസസ് എഴുതാം. V1 V2 V3 V4 V5 V6. V1 V2 V3 V4 V5 V6 ഇതുപോലെ നോക്കാം. V1ൽ നോക്കാം, ഇവിടെ സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡയഗണൽ എൻട്രീസും 0 വരില്ല. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. V1 നോക്കാം. V1ൽ സെൽഫ് ലൂപ്പ് ഇല്ല, അപ്പോൾ 0. V1ൽ V2ലോട്ട് എഡ്ജ് ഉണ്ട് 1, V3ലോട്ട് എഡ്ജ് ഉണ്ട് 1, V4ലോട്ട് എഡ്ജ് ഉണ്ട്. ബാക്കി വെർട്ടിസസിലോട്ടൊന്നും എഡ്ജസ് ഇല്ല. നെക്സ്റ്റ് V2ൽ സെൽഫ് ലൂപ്പ് ഉണ്ട് അല്ലേ. V2ൽ സെൽഫ് ലൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ V22 A22 എന്ന് പറയുന്ന എൻട്രി, X22 എന്ന് പറയുന്ന എൻട്രി എന്ത് വരും, 1 വരും. V2ൽ നിന്ന് V1ലോട്ട് എഡ്ജ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സിമ്മട്രിക് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഡയഗണലിന് റൈറ്റിലോട്ടുള്ള എൻട്രീസ് മാത്രമാണ് ഞാൻ എഴുതുന്നത് സിമ്മട്രി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ V2ൽ നിന്ന് V3ലോട്ട് എഡ്ജ് ഉണ്ടോ നോക്കാം. V2ൽ നിന്ന് V3ലോട്ട് എഡ്ജ് ഇല്ല. V2ൽ നിന്ന് V3ലോട്ട് എഡ്ജ് ഇല്ലെങ്കിൽ കറസ്പോണ്ടിങ് എൻട്രി എന്ത് വന്നു, 0 വന്നു. V2ൽ നിന്ന് V4ലോട്ട് എഡ്ജ് ഉണ്ട് 1, V2ൽ നിന്ന് V5ലോട്ട് എഡ്ജ് ഇല്ല 0, V6ലോട്ടും എഡ്ജ് ഇല്ല. നെക്സ്റ്റ് V3 സെൽഫ് ലൂപ്പ് ഇല്ല, ഇവിടെ 0 വന്നു. V3ൽ നിന്ന് V4ലോട്ട് എഡ്ജ് ഉണ്ട്. V3ൽ നിന്ന് V5ലോട്ടോ V6ലോട്ടോ എഡ്ജ് ഇല്ല. നെക്സ്റ്റ് V4ൽ നിന്ന് സെൽഫ് ലൂപ്പ് ഇല്ല. നെക്സ്റ്റ് V4ൽ നിന്ന് V5ലോട്ട് എഡ്ജ് ഉണ്ട്
അല്ലേ? V5 എഡ്ജ് ഉണ്ട്. അപ്പോൾ 1 നമ്മൾ റൈറ്റിക്കുള്ളത് മാത്രമാണ് നോക്കുന്നത്. V6 എഡ്ജ് ഇല്ല. നെക്സ്റ്റ് V5 സെൽഫ് ലൂപ്പ് ഇല്ല. V5 നിന്ന് V6 എഡ്ജ് ഇല്ല, 0. നെക്സ്റ്റ് V6 സെൽഫ് ലൂപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗണലിന് റൈറ്റിലോട്ടുള്ള എൻട്രീസ് എഴുതി. ഇനി ബാക്കി എൻട്രീസ് എങ്ങനെ ഫില്ല് ചെയ്താൽ മതി? ഇവിടെ 1 0 1 1 0. അപ്പോൾ എന്ത് വരും? 1 0 1 1 0. അതുപോലെ ഇവിടെ നോക്കുക, 1 1 0 0 1 1 0 0. അതുപോലെ 1 0 0 1 0 0. നെക്സ്റ്റ് 0 0 0 0 ഇവിടെ 0. അപ്പോൾ ഇതുപോലെ വരും. അതിനിപ്പോൾ നിങ്ങൾക്ക് ആ സിമ്മട്രി വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നമ്മൾ ആദ്യത്തെ മെട്രിക്സ് ചെയ്ത പോലെ എല്ലാ വെർട്ടക്സിൽ നിന്നും എല്ലാ വെർട്ടിക്സസിലേക്ക് ഏതൊക്കെ വെർട്ടിസസിലോട്ടാണ് എഡ്ജസ് ഉള്ളതെന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് സിമ്മട്രി വെച്ച് എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് പാരലൽ എഡ്ജ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് പാരലൽ എഡ്ജ് ഉള്ള ഒരു ഗ്രാഫാണ്. എത്ര വെർട്ടീസസ് ഉണ്ട്? 1 2 3 4 5 വെർട്ടീസസ് ഉണ്ട്. അപ്പോൾ 5 വെർട്ടീസസ് മാർക്ക് ചെയ്തു. വൺ 2 3 4 5 ഇങ്ങനെയാണ് വെർട്ടീസസ് നെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എഴുതി നോക്കാം. 1 എന്ന് പറയുന്ന വെർട്ടക്സിൽ നിന്ന് 2 എഡ്ജ് ഉണ്ട്, 5 എഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു, ബാക്കിയെല്ലാം 0 വന്നു. 2 എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 1 3 5 ബാക്കി 0. 3യിൽ നിന്ന് 5 ഉണ്ട്. അതുപോലെ 3യിൽ നിന്ന് 2 ഉണ്ട്, 4 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 3യിൽ നിന്ന് 2 ഉണ്ട്, അത് നമ്മൾ ആദ്യം 1 എന്ന് മാർക്ക് ചെയ്തു, 2ന് കറസ്പോണ്ടിങ് ആയിട്ട്. 4 2 എഡ്ജസ് ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ 2 എന്ന് കൊടുക്കണം, 2 എന്ന് മാർക്ക് ചെയ്യണം. കാരണം എന്താണ്? 3യിൽ നിന്നും 4 2 എഡ്ജസ് ഉണ്ട് അല്ലേ? ഇവിടെ നോക്കുക, 2 എഡ്ജസ് 3യിൽ നിന്നും 4 ഉണ്ട്, പാരലൽ എഡ്ജസ് ആണ്. അപ്പോൾ അവിടെ 2 കൊടുത്തു. പിന്നെ 3യിൽ നിന്ന് 2 4 മാത്രമേ ഉള്ളൂ, ബാക്കി എൻട്രീസൊക്കെ 0 വന്നു. ഇനി 4ൽ നിന്ന് 5 ഉണ്ട്, അതുപോലെ 3 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 4ൽ നിന്ന് 5 1, 3 2, ബാക്കി എൻട്രീസൊക്കെ 0. 5ൽ നിന്ന് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ബാക്കി എൻട്രീസൊക്കെ 0. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ പാരലൽ എഡ്ജസ് വരുമ്പോൾ അഡ്ജസൻസി മെട്രിക്സ് എഴുതുന്നത്. എന്ത് ഡിഫറൻസ് ഉള്ളൂ? ഏതെങ്കിലും വെർട്ടക്സ് പെയേഴ്സ് തമ്മിൽ മോർ ദാൻ 2 എഡ്ജസ് പാരലലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എത്ര എഡ്ജസ് പാരലലായിട്ടുണ്ടോ ആ നമ്പറാണ് നമ്മൾ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ 3 എഡ്ജസ്, 3ക്കും 4നും ഇടയ്ക്ക് 3 എഡ്ജസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എൻട്രി 3 വരും. ഇതും എന്താണ്? ഡയഗണലിന് സിമ്മട്രിക് തന്നെയാണ്. നോക്കുക, ഡയഗണലിന് സിമ്മട്രിക് ആയിട്ടാണ് എൻട്രീസ് വരുന്നത്. 1 1 3 1, ഇവിടെയും 1 1 3 1, 0 0 0 0 0 0 0 1 0 1 1 1. അപ്പം നമ്മൾ സെൽഫ് ലൂപ്പ് വന്നാലും പാരലൽ എഡ്ജ് വന്നാലും ഒക്കെ എന്ത് ചെയ്തു? ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്ജസൻസി മെട്രിക്സ് വരച്ചു. ഇനി ഇവിടെ ഐസൊലേറ്റഡ് വെർട്ടക്സ് വന്ന കേസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗ്രാഫിൽ നമുക്ക് ഐസൊലേറ്റഡ് വെർട്ടക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഐസൊലേറ്റഡ് വെർട്ടക്സ് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മെട്രിക്സിൽ എന്ത് പറ്റും? ഇവിടെ V6 ആണ് ഐസൊലേറ്റഡ് വെർട്ടക്സ്. അപ്പോൾ V6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോസും കംപ്ലീറ്റ്ലി 0 വരും, കോളവും കംപ്ലീറ്റ്ലി 0 വരും. കാരണം എന്താണ്? V6 വേറെ ഒരു വെർട്ടക്സുമായിട്ടും ഇൻസിഡൻ്റ് അല്ല. ഏതെങ്കിലും വെർട്ടക്സ് ആയിട്ട് എഡ്ജ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? 1 കൊടുക്കുന്നത്. V6 ഐസൊലേറ്റഡ് ആണ്, അപ്പോൾ ഒരു വെർട്ടക്സുമായിട്ടും ഇൻസിഡൻ്റ് അല്ല, അഡ്ജസൻ്റ് ആയിട്ട് എഡ്ജസ് വരുന്നില്ല. അപ്പോൾ കറസ്പോണ്ടിങ് 2 കോളംസ്, V6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളവും V6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോവും കംപ്ലീറ്റ് എൻട്രീസ് എന്ത് വരും? 0 എന്ന് വരും. ഇനി തിരിച്ചുള്ളത്,
അതായത് നമ്മുടെ കയ്യിൽ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ടുണ്ട്, ഗ്രാഫ് വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രാഫ് നമുക്ക് ഇങ്ങനെയായിരിക്കും തരിക. വേർട്ടീസസ് നെയിം എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡറിൽ ഒന്നില്ലെങ്കിൽ വേർട്ടീസസ് V1 V2 V3 V4 V1 V2 V3 V4 എന്ന് നെയിം ചെയ്തെടുക്കുക. നമുക്ക് വേർട്ടീസസോ എഡ്ജസൊന്നും നെയിം ചെയ്യാതെ ആയിരിക്കും മെട്രിക്സ് തരിക. അപ്പോൾ നമ്മൾ V1 V2 V3 V4 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൽ പറഞ്ഞതുപോലെ ആദ്യം ഈ 4 വേർട്ടീസസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. V1 V2 V3 V4. ഇനി ഏതൊക്കെ തമ്മിലാണ് എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഗ്രാഫിൽ നോക്കാം. V1 സെൽഫ് ലൂപ്പ് ഒന്നിലുമില്ല. ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 ആണ്, അപ്പോൾ സെൽഫ് ലൂപ്പ് ഇല്ല. ഇനി V1 നിന്ന് V2ലോട്ട് എഡ്ജ് ഉണ്ട്, കാരണം ഇവിടെ 1 ആണ് അല്ലേ. V1ൽ നിന്ന് V2ലോട്ട് എഡ്ജ് ഉണ്ട്. V1ൽ നിന്ന് V3ലോട്ട് എഡ്ജ് ഉണ്ട്. V4ലോട്ട് എഡ്ജ് ഇല്ല. ഇനി അതുപോലെ സെക്കൻഡ് റോ നോക്കുക. V1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്, V4ന് കറസ്പോണ്ടിങ് ആയിട്ടും 1 ആണ്. അതായത് V2ൽ നിന്ന് V1ലോട്ടും എഡ്ജ് ഉണ്ട്, V4ലോട്ടും എഡ്ജ് ഉണ്ട്. അപ്പോൾ V2 വെർട്ടെക്സ് എടുക്കുക. V2ൽ നിന്ന് V1ലോട്ട് അത് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ V4ലോട്ടുള്ളത് വരച്ചു. നെക്സ്റ്റ് തേർഡ് റോ, V3ൽ നിന്ന് V1ലോട്ടുണ്ട്, V4ലോട്ടുണ്ട്. അഗെയിൻ V1ലോട്ടും V4ലോട്ടും. അപ്പോൾ V3ൽ നിന്ന് V1ലോട്ടുള്ളത് ഓൾറെഡി വരച്ചിട്ടുണ്ട്, V4ലോട്ടുള്ളത് നമ്മൾ വരച്ചു. ലാസ്റ്റ് റോ മീൻസ് V4ൽ നിന്ന് V2ലോട്ട് എഡ്ജ് ഉണ്ട്, V3ലോട്ട് എഡ്ജ് ഉണ്ട്. V4ൽ നിന്ന് V2ലോട്ടുള്ള എഡ്ജ് വരച്ചിട്ടുണ്ട്, V3ലോട്ടുള്ള എഡ്ജും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്, G എന്ന് പറയുന്ന ഗ്രാഫ്, കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഗ്രാഫ്. ഇപ്പോൾ ഇതിൽ നമുക്ക് 1 അല്ലാത്തൊരു നമ്പർ നമ്മുടെ അഡ്ജസൻസി മെട്രിക്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ക്ലിയർലി നമുക്ക് ഉറപ്പിക്കാം എന്താണ്, ഗ്രാഫിൽ പാരലൽ എഡ്ജസ് ഉണ്ട് എന്ന്. 1ഓ 0യോ മാത്രമാണ് എൻട്രീസ് എങ്കിൽ അതിൽ പാരലൽ എഡ്ജസ് വരില്ല. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കുക, ഇതിൽ നമുക്ക് 1ഉം 0യും മാത്രമാണ് എൻട്രീസ്, പാരലൽ എഡ്ജസ് ഇല്ല. ഇവിടെ 1ഉം 0യും അല്ലാത്ത എൻട്രീസ് ഉണ്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ എഡ്ജസ് വരും. പിന്നെ എങ്ങനെയാണ് നോക്കുന്നത്, ഇവിടെയും നമുക്ക് 4 വേർട്ടീസസ് ആണുള്ളത് അല്ലേ. V1 V2 V3 V4. അതുപോലെ V1 V2 V3 V4 കറസ്പോണ്ടിങ് ആയിട്ട് 4 വേർട്ടീസസ് നമ്മൾ വരച്ചു. V1 V2 V3 V4. ഇനി എഡ്ജസ് വരയ്ക്കാം. V1ൽ നിന്ന് V1ലോട്ട് എഡ്ജ് ഉണ്ട്, അതായത് സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് ലൂപ്പ് വരച്ചു. V1ൽ നിന്ന് V2ലോട്ട് 2 എഡ്ജസ് ഉണ്ട്, അപ്പോൾ പാരലൽ എഡ്ജാണ്, 2 എഡ്ജസ് വരച്ചു. ദെൻ V1ൽ നിന്ന് V3ലോട്ട് എഡ്ജസ് ഒന്നുമില്ല, കാരണം 0 ആണ് എൻട്രി. ദെൻ V1ൽ നിന്ന് V4ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, 1. V1ൽ നിന്ന് V4ലോട്ട്. അതുപോലെ നെക്സ്റ്റ് എൻട്രീസ് നോക്കാം. V2ൽ നിന്ന് V1ലോട്ട് 2 എഡ്ജസ്, അത് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് V2ൽ നിന്ന് V2ലോട്ട് എഡ്ജ് ഇല്ല, അതായത് സെൽഫ് ലൂപ്പ് V2ൽ വരുന്നില്ല. നെക്സ്റ്റ് V2ൽ നിന്നും V3ലോട്ട് 3 എഡ്ജസ് അല്ലേ. അപ്പോൾ ഇവിടെ പാരലലായിട്ട് 3 എഡ്ജസ് വരും V2ൽ നിന്നും V3ലോട്ട്. V2ൽ നിന്നും V4ലോട്ട് എഡ്ജസ് ഒന്നുമില്ല, കാരണം 0 ആണ്. നെക്സ്റ്റ് V3ൽ നിന്ന് V1ലോട്ട് എഡ്ജസ് ഇല്ല, V3ൽ നിന്ന് V2ലോട്ട് 3 എഡ്ജസ്, അത് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് V3ൽ നിന്ന് V3ലോട്ട് ഒരു 1 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, മീൻസ് ഇവിടെ സെൽഫ് ലൂപ്പ് എക്സിസ്റ്റ് ചെയ്യും. V3ൽ നിന്ന് V4ലോട്ട് 1, അപ്പോൾ ഒരു എഡ്ജ് വരച്ചു. നെക്സ്റ്റ് V4ൽ നിന്ന് V1ലോട്ട് ഒരു എഡ്ജ്, അത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. V4ൽ നിന്ന് V2ലോട്ട് എഡ്ജ് ഇല്ല, V4ൽ നിന്ന് V3ലോട്ട് 1, അതും ഓൾറെഡി വരച്ചിട്ടുണ്ട്. V4ൽ നിന്ന് V4ലോട്ട് എഡ്ജ് ഇല്ല, അതായത് V4ൽ സെൽഫ് ലൂപ്പ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സിൽ ചെയ്ത അതേ കാര്യമാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
ആദ്യം അഡ്ജസൻസി മെട്രിക്സ് എഴുതുക, ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗണൽ ഫോമും എഴുതണം. അപ്പോൾ ഇവിടെ നോക്കാം എത്ര വേർട്ടീസസ് ഉണ്ട്. 1 2 3 4 5 6 7 8 V8 വരെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂഷ്വൽ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, 8 വേർട്ടീസസ് വരുന്ന അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കുക. ഇവിടെയും എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇതേപോലെ V1 V2 V3 V4 V5 V6 V7 V8 അതുപോലെ V1 V2 V3 V4 V5 V6 V7 V8 എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് വരയ്ക്കാം. പക്ഷെ അതൊരിക്കലും ബ്ലോക്ക് ഡയഗണൽ ഫോമിലാവില്ല. ബ്ലോക്ക് ഡയഗണൽ ഫോമിലാവണമെങ്കിൽ ഒരു കമ്പോണൻറ്റിൽ വേർട്ടീസസ് ആദ്യം ലിസ്റ്റ് ചെയ്യുക, സെക്കൻഡ് കമ്പോണൻറ്റിൽ വേർട്ടീസസ് ദെൻ ലിസ്റ്റ് ചെയ്യുക. അതായത് ലിസ്റ്റ് ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്, ആദ്യം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ V1 V2 V4 V6 V7 ഈ 5 വേർട്ടീസസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കമ്പോണൻറ്റിൽ എഴുതാം. ഏത് കമ്പോണൻറ്റ് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരേ കമ്പോണൻറ്റിൽ വേർട്ടീസസ് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യണം, എങ്കിലേ ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ വരൂ. അപ്പോൾ അതല്ലാതെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് കിട്ടും. അഡ്ജസൻസി മെട്രിക്സ് എന്ത് വരും, V1ൽ നിന്ന് സെൽഫ് ലൂപ്പ് ഒന്നുമില്ല, അപ്പോൾ ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 വരും. V1ൽ നിന്ന് V2ലോട്ടുണ്ട് V6ലോട്ടുണ്ട്. അപ്പോൾ V2 V6 ബാക്കി എൻട്രീസ് ഒക്കെ 0 വരും. ഇനി അതേപോലെ V2ൽ നിന്ന് V1ലോട്ട് V6 V7 V1 V6 V7 ബാക്കി എൻട്രീസ് ഒക്കെ 0. സിമിലർലി V3ൽ നിന്ന്, ഇതാണ് V3ൽ നിന്ന് V8ലോട്ടും V5ലോട്ടും ആണുള്ളത്. V5 V8 ബാക്കി എൻട്രീസ് ഒക്കെ 0. സിമിലർലി V4ൽ നിന്ന് V7ലോട്ട് മാത്രമാണുള്ളത്. ഇവിടെയൊക്കെ 0 വരും. V7 കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം 1. നെക്സ്റ്റ് V5 V3ക്കും അഡ്ജസൻ്റ് ആണ് V8നും. V3 V8 V3ക്ക് 1 V8നും 1 ബാക്കിയെല്ലാം 0s. നെക്സ്റ്റ് V6 അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് V1 അല്ലേ, V1 V2 V7 V1 V2 V7. നെക്സ്റ്റ് V7 അഡ്ജസൻ്റ് ആയിട്ട് V2 ഉണ്ട്, V4 V6 V2 V4 V6 ബാക്കിയൊക്കെ 0s. നെക്സ്റ്റ് V8 V3ക്കും V5നും അല്ല, V8 V3ക്കും V5നും V3 V5ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ബാക്കിയെല്ലാം 0s. അപ്പം ഇത് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് ആണ് കിട്ടുന്നത്. പക്ഷെ പറയുന്നത് എന്താണ്, അഡ്ജസൻസി മെട്രിക്സ് ഈ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലോക്ക് ഡയഗണൽ ഫോമിലല്ല കിട്ടുക. ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതണമെങ്കിൽ ഒരു കമ്പോണൻറ്റിലെ വേർട്ടീസസ് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം ഇവിടെ ഇങ്ങനെ എഴുതിയതിന് പകരം ഫസ്റ്റ് കമ്പോണൻറ്റിലെ വേർട്ടീസസ് ഏതൊക്കെയാണ്, V1 V2 V6 V7 V4 V6 V7 ഇത്രയാണ് ഫസ്റ്റ് കമ്പോണൻറ്റിലെ വേർട്ടീസസ്. V1 V2 V4 V6 V7 ഇതാദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്തു. സെക്കൻഡ് കമ്പോണൻറ്റിലെ വേർട്ടീസസ് നമ്മൾ ദെൻ ലാസ്റ്റാണ്, അതായത് ഫസ്റ്റ് കമ്പോണൻറ്റിലെ എല്ലാ വേർട്ടീസസും ലിസ്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കമ്പോണൻറ്റിലെ വേർട്ടീസസ് ലിസ്റ്റ് ചെയ്യുക. സെക്കൻഡ് കമ്പോണൻറ്റിൽ ഏതൊക്കെയാണ്, V3 V5 V8 ഇവിടെയും V3 V5 V8. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതേ പറഞ്ഞതുപോലെ അഡ്ജസൻസി നോക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ കിട്ടും. അതായത് V1ന് V2 ആയിട്ടും V6 ആയിട്ടും എഡ്ജസ് ഉണ്ട്, V2 V6 ബാക്കിയൊക്കെ 0 കൊടുത്തു. നെക്സ്റ്റ് V2ന് ഏതൊക്കെ എഡ്ജസ്, ഗ്രാഫ് നോക്കുക. V2ന് ഏതൊക്കെ എഡ്ജസുമായിട്ടാണ് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് വരുന്നത്, V1 V6 V7 അല്ലേ, V1 V6 V7 ബാക്കിയൊക്കെ
0. നെക്സ്റ്റ് ഏതാണ്? V4 ആണ് എഴുതിയിട്ടുള്ളത്. V4 V7 ആയിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 0. നെക്സ്റ്റ് V6 അല്ലേ, V6 V1 V2 V7, V1 V2 V7 അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്, ബാക്കിയൊക്കെ 0 കൊടുത്തു. ഓക്കെ, ആ മെട്രിക്സ് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് എഴുതാം. ഇപ്പം നമ്മൾ ഏതുവരെ പറഞ്ഞു? V6 V1 V2 V7. അപ്പോൾ V1 V2 V7 1 കൊടുത്തു, ബാക്കിയൊക്കെ 0 കൊടുത്തു. നെക്സ്റ്റ് V7 V2 അഡ്ജസൻ്റ് ആണ്, V6 ആയിട്ട് അഡ്ജസൻ്റ് ആണ്, V4 ആയിട്ട്. അപ്പോൾ ഈ 3 എൻട്രീസ് 1 കൊടുത്തു, ബാക്കിയൊക്കെ 0 കൊടുത്തു. ഇനി നെക്സ്റ്റ് കമ്പോണൻറ്റിൽ V3 അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് V5നും V8നും. ഇപ്പോൾ V5 V8 1 വരും, ബാക്കിയെല്ലാം 0 കൊടുത്തു. നെക്സ്റ്റ് V5 V3യും V8 അഡ്ജസൻ്റ് ആണ്, ബാക്കി എൻട്രീസൊക്കെ 0 കൊടുത്തു. അതുപോലെ V8 V3യും V5 അഡ്ജസൻ്റ് ആണ്, ബാക്കി എൻട്രീസൊക്കെ 0 കൊടുത്തു. ഇവിടെ 0 ആണ്, 0 കേട്ടോ, അത് മിസ്റ്റേക്ക് എഴുതിയതാണ്. 0 എന്ന് കൊടുക്കുക അവിടെ. ഈ ലാസ്റ്റ് എൻട്രിയിൽ ഈ കോളം 0 ആണ് അല്ലേ. V7ഉം V8ഉം തമ്മിലില്ല. V8ന് V3യും V5 അപ്പോൾ ഇവിടെ 1 ഇവിടെ 1, ബാക്കി ഈ റോയിലെ ബാക്കി എൻട്രീസൊക്കെ 0 വരും. അപ്പോൾ ഇപ്പോൾ ഇതൊരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലാണ്. എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്? ഇവിടെ നോക്കുക, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ്. ഇതൊരു 0 മെട്രിക്സ് ആണ് അല്ലേ, 0 എൻട്രീസ് മാത്രമേ ഉള്ളൂ. ഇതും എന്താണ്? 0 മെട്രിക്സ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു എൻട്രി ഇവിടെ 0 ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതൊക്കെ ഈ സ്റ്റെപ്പും പ്രൊസീജിയറും ഒക്കെ എന്ത് തന്നെയാണ്? ഇൻസിഡൻസ് മെട്രിക്സിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് 1-2 പോയിൻറ്റ്സ് ആണ്. ഇത് കാര്യമായിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് നമ്മളൊരു എഡ്ജ് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ പറയുകയാണ്. എഡ്ജ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പാത്ത് വോൾക്കൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. വോൾക്ക് തന്നെയാണ്, പക്ഷേ അവിടെ നമുക്ക് എഡ്ജ് റിപ്പീറ്റേഷൻ പോസിബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസ് ആണ് എഡ്ജ് സീക്വൻസ്. അതായത് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് vertices and edges in which edge repetition is allowed. എഡ്ജ് റിപ്പീറ്റേഷൻ അലൗഡ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് വേർട്ടീസസും എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ജ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് V1 E1 V2 E2 V3, അതായത് നമ്മൾ എഡ്ജ് സീക്വൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി നമുക്കറിയാം. E1ൻ്റെ എൻ വേർട്ടീസസ് ആണ് V1ഉം V2. അതുപോലെ E2ൻ്റെ എൻ വേർട്ടീസസ് ആയിരിക്കണം V2ഉം V3യും. ഈ ഒരു ഫോമിൽ എടുക്കുന്ന എഡ്ജ് സീക്വൻസ്, ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ്, ഇവിടെ നമുക്ക് എഡ്ജ് റിപ്പീറ്റേഷൻ പോസിബിൾ ആണ്. വോൾക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതേപോലെ ആൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വേർട്ടീസസ് ആൻഡ് എഡ്ജസ് ആണ്, പക്ഷെ അവിടെ എന്തല്ല? എഡ്ജ് റിപ്പീറ്റേഷൻ പോസിബിൾ അല്ല. അപ്പോൾ ആക്ച്വലി പാത്തായാലും നമ്മൾ പറഞ്ഞിട്ടുള്ള സൈക്കിൾ ആയാലും വോൾക്കായാലും ഒക്കെ ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് എഡ്ജ് സീക്വൻസ്. എഡ്ജ് സീക്വൻസിൽ തന്നെ ഓരോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വാൾക്ക്, പാത്ത്, സൈക്കിളൊക്കെ. എഡ്ജ് സീക്വൻസിൽ എഡ്ജ് റിപ്പീറ്റേഷൻ ഇല്ലാതെ എടുക്കുന്നതാണ് വാൾക്ക്, വെർട്ടെക്സ് റിപ്പീറ്റേഷൻ ഇല്ലാതെ എടുക്കുന്നതാണ് പാത്ത്. അതിൽ തന്നെ ടെർമിനൽ വേർട്ടീസസ് മാത്രം സെയിം ആയി കിട്ടുന്ന ക്ലോസ്ഡ് വാൾക്കിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് എഡ്ജ് സീക്വൻസിൻ്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ് പാത്തും സൈക്കിളും വാൾക്കും ഒക്കെ. ഇനി നമ്മൾ
എക്സിൻ്റെ പവേഴ്സ്, നമ്മൾ അഡ്ജസൻസി മെട്രിക്സ്, എക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അഡ്ജസൻസി മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ പവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജനറലായിട്ട് അത് എഴുതുന്നുണ്ട്. അതിന് മുന്നേ എക്സിൻ്റെ എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, എക്സ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അതിനെ ജനറലൈസ് ചെയ്തിട്ട് എക്സ് റേസ് ടു ആറിലെ എൻട്രീസ് എന്ത് ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ മോഡ് 2 മൾട്ടിപ്ലിക്കേഷൻ അല്ല എടുക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ഇൻസിഡൻസ് മെട്രിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ സെറ്റ് 2 ഫീൽഡിലാണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷൻസും ഒക്കെ എടുത്തത്. ഇവിടെ നമ്മൾ മോഡ് 2 മൾട്ടിപ്ലിക്കേഷൻ അല്ല, യൂഷ്വൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുക്കുന്നത്. സെറ്റ് 2 ഫീൽഡിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ല എടുക്കുന്നത്. അത് നോട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എടുക്കുന്നത് യൂഷ്വൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ഇവിടെ മോഡ് 2 അപ്ലിക്കേഷനോ അല്ലെങ്കിൽ സെറ്റ് 2 ഫീൽഡിലാണെന്നുള്ള കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ യൂഷ്വലി എങ്ങനെയാണോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിലെ ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് ഐ എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഒഴികെയുള്ള എലമെൻറ്റ്സ്, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് xij ഐ നോട്ട് ഈക്വൽ ടു ജെ, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഐ എന്നുള്ള ഫോമിൽ അല്ലാത്ത എലമെൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എക്സ് സ്ക്വയറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ലെങ്ത് വരുന്ന എത്ര പാത്ത് ഐ ജെ വേർട്ടീസസിന് ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കാര്യമാണ് പറയുന്നത്. എക്സ് സ്ക്വയറിലെ ഓഫ് ഡയഗണൽ എൻട്രീസ്, അതായത് xij വേർ ഐ നോട്ട് ഈക്വൽ ടു ജെ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ xij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെർട്ടെക്സ് പെയർ ഏതാണ്? vj. ഈ vj വെർട്ടെക്സ് പെയറിന് ബിറ്റ്വീനായിട്ട് 2 ലെങ്ത് വരുന്ന എത്ര ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഏത് വെർട്ടെക്സ് പെയർ എടുത്താലും അതിൽ മേ ബി ഒരു പാത്തും ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ പാത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് വരാം. കണക്റ്റഡ് ആണെങ്കിൽ എന്തായാലും ഒരു പാത്ത് ഉണ്ടായിരിക്കും. മേ ബി മോർ ദാൻ 1, 2, 3 പാത്തൊക്കെ പോസിബിൾ ആണ്. അങ്ങനെ എത്ര പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിൽ തന്നെ 2 ലെങ്ത് വരുന്ന എത്ര പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എക്സ് സ്ക്വയറിലെ xij എൻട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ഇതിൻ്റെ ഡയഗണൽ എൻട്രി, അതായത് xi എന്ന് പറയുന്ന എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ വെർട്ടെക്സിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി. അതായത് ഇപ്പോൾ നമ്മൾ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെർട്ടെക്സ് ഏതായിരിക്കും? vi എന്ന് പറയുന്ന വെർട്ടെക്സ് അല്ലേ? vi എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണോ അതാണ് xi എൻട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓഫ് ഡയഗണൽ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ലെങ്ത് ഉള്ള എത്ര പാത്ത് vj വെർട്ടെക്സ് പെയറിന് ബിറ്റ്വീനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി xi എൻട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് വെർട്ടെക്സ് viയുടെ ഡിഗ്രി എത്രയാണ് എന്നാണ്. ഇത് എക്സ് സ്ക്വയറിൻ്റെ കേസ്. നെക്സ്റ്റ് എക്സ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എക്സ് ക്യൂബിലെ ഓഫ് ഡയഗണൽ എൻട്രീസ്, അതായത് xij ഐ നോട്ട് ഈക്വൽ ടു ജെ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് vj വെർട്ടെക്സ് പെയർസിന് ബിറ്റ്വീനായിട്ട് 3 ലെങ്ത് വരുന്ന എത്ര എഡ്ജ് സീക്വൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇവിടുത്തെ ഡയഗണൽ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിൽ 3 ലെങ്ത് വരുന്ന എത്ര സർക്യൂട്ട്സ് ഉണ്ട്. അതായത് ഈ ഒരു കറസ്പോണ്ടിങ് xiക്ക് കറസ്പോണ്ടിങ് ആയ വെർട്ടെക്സ് ഏതാണ്? viയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് viയിൽ എൻഡ് ചെയ്യുന്ന എത്ര 3 ലെങ്ത് വരുന്ന സർക്യൂട്ട്സ് ഉണ്ട്, അതിൻ്റെ ഡബിൾ ആയിരിക്കും xi റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2 ഇൻറ്റു നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് ഓഫ് ലെങ്ത് 3 സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് അറ്റ് vi. ക്ലിയർ ആണോ? ഇനി ജനറൽ കേസാണ് നമ്മൾ പറയുന്നത്. ജനറലി നമ്മൾ ആക്ച്വലി അപ്പോൾ ഇവിടെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മീൻ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? vi എന്ന് പറയുന്ന വെർട്ടെക്സ് പെയറിന് ബിറ്റ്വീന് 3 ലെങ്ത് ഉള്ള എത്ര എഡ്ജ് സീക്വൻസ് ഉണ്ട്, അത് നമുക്ക് ഓൾറെഡി സർക്യൂട്ട് ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ട് എന്നുള്ളൊരു ടേം വെച്ച് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് പറഞ്ഞത് xij ഓഫ് ഡയഗണൽ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? vjക്ക് ബിറ്റ്വീനായിട്ട് 3 ലെങ്ത് ഉള്ള എത്ര എഡ്ജ് സീക്വൻസ് ഉണ്ട്.
അത് സെയിം വെർട്ടെക്സ് പെയർ ആകുമ്പോൾ എന്തായിട്ട് മാറുന്നു മാത്രം, സർക്യൂട്ടായിട്ട് മാറുന്നു മാത്രം. അവിടെ നമുക്ക് എഡ്ജ് സീക്വൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്താണ് സർക്യൂട്ട് ഒന്ന് യൂസ് ചെയ്താൽ മതി. കാരണം എന്താണ്, ഒരേ വെർട്ടെക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എത്തിച്ചേരുന്ന പാത്താണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സർക്യൂട്ട് എന്ന് യൂസ് ചെയ്തത്. ഇനി ജനറലി എക്സ് റേസ് ടു ആറിലെ എൻട്രീസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതേപോലെ നമ്മളതൊരു തിയറമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് എൻ വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിലെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എക്സ് എങ്കിൽ എക്സ് റേസ് ടു ആറിലെ ijth എൻട്രി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓഫ് ഡയഗണലോ ഡയഗണൽ എൻട്രീസോ ആയിക്കോട്ടെ, ഏത് എൻട്രി ആയാലും ഇവിടെ നമ്മൾ ഓഫ് ഡയഗണൽ എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഒന്നുമില്ല. ഏത് എൻട്രി ആയാലും xijth എൻട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത് vi-vj വെർട്ടെക്സ് പെയറിന് ബിറ്റ്വീൻ ആർ ലെങ്ത് ഉള്ള എത്ര എഡ്ജ് സീക്വൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഗ്രാഫ് ജിയുടെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എക്സിൻ്റെ ആർത്ത് പവർ എക്സ് റേസ് ടു ആർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് റേസ് ടു ആർ ഈ ഒരു കറസ്പോണ്ടിങ് മെട്രിക്സിലെ ijth എൻട്രി എക്സ് റേസ് ടു ആറിലെയാണ് നമ്മൾ പറയുന്നത്, എക്സിലെ അല്ല. എക്സ് റേസ് ടു ആറിലെ ijth എൻട്രി റെപ്രസെൻ്റ് ചെയ്യുന്നത് vi-vj വെർട്ടെക്സ് പെയർ തമ്മിൽ ആർ ലെങ്ത് ഉള്ള എത്ര ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജ് സീക്വൻസസ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മേ ബി നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. നമ്മളത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രാഫ് തന്നിട്ട് അതിൽ ഏതെങ്കിലും രണ്ട് പെർട്ടിക്കുലർ വെർട്ടിസസ് v1ഉം v4ഉം തമ്മിൽ 3 ലെങ്ത് ഉള്ള എത്ര എഡ്ജ് സീക്വൻസസ് പോസിബിൾ ആണെന്ന് നമ്മളോട് ചോദിച്ചു. ജി ഗ്രാഫ് തന്നിട്ടുണ്ട്, v1 v4 രണ്ട് വെർട്ടിസസ് തന്നിട്ടുണ്ട്. v1നും v4നും ബിറ്റ്വീൻ എത്ര എഡ്ജ് സീക്വൻസസ് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അഡ്ജസൻസി മെട്രിക്സ് എഴുതുക, ദെൻ എക്സ് സ്ക്വയർ കാണുക, എക്സ് ക്യൂബ് കാണുക. എക്സ് ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് എന്ത് നോക്കാം? 1/4 എൻട്രി, അതായത് എക്സ് 1/4 എൻട്രി ഏതാണോ അവിടെ ഏത് നമ്പറാണോ നമുക്ക് കിട്ടുന്നത്, സേ കെ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ കെ, 3 ആണ് കിട്ടുന്നതെങ്കിൽ 3, v1നും v4നും ഇടയ്ക്ക് 3 ലെങ്ത് ഉള്ള എത്ര എഡ്ജ് സീക്വൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഈ എൻട്രി റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ആദ്യം അഡ്ജസൻസി മെട്രിക്സ് എഴുതുക, ദെൻ നമ്മളോട് എത്ര ലെങ്ത് ഉള്ള എഡ്ജ് സീക്വൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അത്രയും പവർ എടുക്കുക. 3 ലെങ്ത് ഉള്ള എഡ്ജ് സീക്വൻസ് എത്ര ഉണ്ടെന്നാണെങ്കിൽ എക്സ് ക്യൂബ് കാണാം. 4 ലെങ്ത് ഉള്ള എഡ്ജ് സീക്വൻസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു 4 കാണാം. ദെൻ ഏത് വെർട്ടെക്സ് പെയേഴ്സ് തമ്മിലുള്ളതാണോ ചോദിച്ചിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി നോക്കുക. ആ എൻട്രിയുടെ അവിടെ ഏത് വാല്യൂ ആണ് അത്രയും എഡ്ജ് സീക്വൻസസ് പോസിബിൾ ആയിരിക്കും. തന്നിട്ടുള്ള ലെങ്ത്തിൽ അത്രയും എഡ്ജ് സീക്വൻസസ് തന്ന വെർട്ടെക്സ് പെയറിന് ബിറ്റ്വീൻ പോസിബിൾ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇനി 1-2 പോയിൻറ്റ്സ് ആണ് ഇത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് എഴുതാൻ പറ്റും. ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂഫ് എഴുതുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല, നമുക്കത് എഴുതാൻ പറ്റുന്ന പ്രൂഫാണ്. നിങ്ങളത് റെഫർ ചെയ്ത് നോക്കുക. ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് റോസൻ്റെ ടെസ്റ്റിലൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഗ്രാഫ് തിയറിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്ന തിയറംസ് മാത്രമേ ചോദിക്കുന്നൊന്നും പറയില്ല. റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കുറേയൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. പ്രൂഫ് നമ്മൾ പഠിച്ച തിയറത്തിൻ്റെ പ്രൂഫ് മാത്രമാണ് ചോദിക്കാമെന്നില്ല, ബാക്കി ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൂഫ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് റെഫർ ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഒരു കൊറോളറി ആണ്. 1-2 പോയിൻറ്റ്സും കൂടിയുണ്ട്. അത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഈ ഒരു തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെക്സ്റ്റ് 1-2 കൊറോളറി ആണ് പറയുന്നത്. ഒരു കണക്റ്റഡ് ഗ്രാഫിൽ 2 വേർട്ടിസസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഡിസ്റ്റൻസ്, എസെൻട്രിസിറ്റി ഒക്കെ. ഡിസ്റ്റൻസ് എന്താണെന്നറിയല്ലോ, vi 2 വെർട്ടെക്സ് പെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതിന് ബിറ്റ്വീൻ എക്സിസ്റ്റ് ചെയ്യുന്ന പാത്തിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ലെങ്ത്ത്. ഒരുപാട് പാത്ത് എക്സിസ്റ്റ് ചെയ്യാം, അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണോ അതിൻ്റെ ലെങ്ത്ത് ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ vi-vj ആയിട്ട് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഒരു കണക്റ്റഡ് ഗ്രാഫിലെ 2 വെർട്ടിസസ് vi-vj തമ്മിലുള്ള ഡിസ്റ്റൻസ്
കെ ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് ഡി ഓഫ് വി ഐ വി ജെ ഈസ് കെ, ദെൻ കെ ഈസ് ദ സ്മോളസ്റ്റ് ഇൻറ്റിജർ ഫോർ വിച്ച് ഐ ജെത്ത് എൻട്രി ഇൻ എക്സ് റേസ് ടു കെ ഈസ് നോൺ സീറോ. അതായത് ഇപ്പോൾ നമുക്ക് ഡി ഓഫ് വി ഐ വി ജെ എന്ന് പറയുന്നത് 3 ആണെന്ന് വിചാരിക്കുക. അതായത് വി ഐയിൽ നിന്നും വി ജെയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ്, അതായത് ഇൻസിഡൻസ് മെട്രിക്സ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഐ ജെത്ത് എൻട്രി എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് സ്ക്വയറിൽ ഐ ജെത്ത് എൻട്രി എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ക്യൂബിലായിരിക്കും ഐ ജെത്ത് എൻട്രി ഫസ്റ്റ് ടൈം നോൺ സീറോ ആയിട്ട് വരുന്നത്. അതാണ് പറഞ്ഞത്. ഡി ഓഫ് വി ഐ വി ജെ കെ ആണെങ്കിൽ എക്സ് റേസ് ടു കെയിലായിരിക്കും ഐ ജെത്ത് എൻട്രി ഫസ്റ്റ് ടൈം നോൺ സീറോ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ആ നോൺ സീറോ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ഏത് പവറിലാണ് ഐ ജെത്ത് എൻട്രി ഫസ്റ്റ് നോൺ സീറോ ആയിട്ട് വരുന്നത്, ആ കറസ്പോണ്ടിങ് പവർ വാല്യൂ. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 3 ആയിരിക്കും വി ഐ വി ജെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നെക്സ്റ്റ് അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എക്സ് ഈസ് ദ അഡ്ജസൻസി മെട്രിക്സ് ഓഫ് എ ഗ്രാഫ് വിത്ത് എൻ വേർട്ടീസസ്. നമ്മൾ ജി ഗ്രാഫാണ്, എൻ വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് ആണ് എക്സ്. നമ്മൾ അനദർ മെട്രിക്സ് ഡിഫൈൻ ചെയ്യാണ്. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു n - 1 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് മെട്രിക്സ് ഡിഫൈൻ ചെയ്യാണ്. എക്സ് ഒരു n/n മെട്രിക്സ് ആണ്. എന്തായാലും വൈയും എന്തായിരിക്കും? n/n മെട്രിക്സ് ആയിരിക്കും. കാരണം എന്താണ്? എക്സ് n/n മെട്രിക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ n/n മെട്രിക്സ് ആയിരിക്കും. ഏത് പവർ എടുത്തു കഴിഞ്ഞാലും n/n മെട്രിക്സ് ആയിരിക്കും. n/n മെട്രിക്സസിൻ്റെ സം അഗെയിൻ ഒരു n/n മെട്രിക്സ് ആയിരിക്കും. ഇനി ഈ വൈയിൽ ഏതെങ്കിലും, അതായത് നമ്മുടെ ഗ്രാഫ് ജി എന്ന് പറയുന്ന ഒറിജിനൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവണമെങ്കിൽ ഈ വൈ എന്ന് പറയുന്ന ഗ്രാഫിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എൻട്രി 0 ആയിരിക്കണം. സപ്പോസ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഗ്രാഫിനകത്ത് എല്ലാ എൻട്രീസും നോൺ സീറോ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു എൻട്രി 0 ആയിട്ട് വരികയാണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞ പോയിൻറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എഡ്ജ് സീക്വൻസസ്, എത്ര എഡ്ജ് സീക്വൻസസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന തിയറമാണ്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, മേ ബി അതിൻ്റെ പ്രൂഫ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും അതിൻ്റെ ഇൻഡക്ഷൻ വെച്ചിട്ടുള്ള പ്രൂഫ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. നമുക്ക് ടെക്സ്റ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്യാത്ത കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഇനി അതേപോലെ നമ്മൾ പറഞ്ഞു, ആക്ച്വലി നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഇൻസിഡൻസ് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത് സെൽഫ് ലൂപ്പ് ഇല്ലാത്ത ഗ്രാഫിനാണ്. അതുപോലെ അഡ്ജസൻസി മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നത് പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫിനാണ്. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടും ഇല്ലാത്ത ഗ്രാഫാണെങ്കിൽ, സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത ഗ്രാഫാണെങ്കിൽ നമുക്ക് 2 മെട്രിക്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റേ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് നമ്മുടെ കയ്യിൽ എ ഓഫ് ജി തന്നിട്ടുണ്ട്, നമുക്ക് എ ഓഫ് ജിയിൽ നിന്ന് എക്സ് ഓഫ് ജി കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? എ ഓഫ് ജി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ജി കണ്ടുപിടിക്കാം. ജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിയിൽ നിന്ന് എക്സ് ഓഫ് ജി കണ്ടുപിടിക്കാം. അപ്പോൾ എ ഓഫ് ജി തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഓഫ് ജി കണ്ടുപിടിക്കാം. അതുപോലെ തിരിച്ചും പോസിബിൾ അല്ലേ? എക്സ് ഓഫ് ജി തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മെട്രിക്സിൽ നിന്ന് നമുക്ക് ഗ്രാഫ് കണ്ടുപിടിക്കാം. ഗ്രാഫിൽ നിന്ന് എഗെയിൻ എ ഓഫ് ജി കണ്ടുപിടിക്കാം. അപ്പോൾ അതായത് ഒരു അഡ്ജസൻസി മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതാൻ പറ്റും. ഇൻസിഡൻസ് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സും എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതായത് ജി തന്നിട്ട് അഡ്ജസൻസി മെട്രിക്സോ അല്ലെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സോ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും വരയ്ക്കാൻ ചോദിക്കാം. ഗ്രാഫ് ജി തന്നിട്ട് അഡ്ജസൻസി മെട്രിക്സും അതുപോലെ തന്നെ ഇൻസിഡൻസ് മെട്രിക്സും രണ്ടും ചോദിക്കാം. അതല്ലെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് ചോദിക്കാം. അല്ലെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് ചോദിക്കാം. ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതായിരിക്കും ഈ പോർഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. 90% ഈ പോർഷനിൽ നിന്ന് ഈ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലേ വരുള്ളൂ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ ഈ മൊഡ്യൂളിൽ വരുന്നത് കളറിംഗ് ഓഫ് ഗ്രാഫ്സ് ആണ്. കളറിംഗ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് പോർഷനിൽ കളറിംഗ് ആണ് എടുക്കുന്നത്.